Once again, good morning. നിങ്ങളുടെ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിൻ്റെ നാലാമത്തെ മൊഡ്യൂൾ എസ്പെഷ്യലി കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ള മേഖലയെ സംബന്ധിച്ചുള്ള ക്ലാസ്സസാണ് ഇവിടെ നടക്കുന്നത്. ഒരു 4 റെക്കോർഡ് ക്ലാസ്സസിലൂടെ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂൾ കൂടിയാണ് ഈ പറയുന്ന കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഈ മൊഡ്യൂൾ. സോ ലെറ്റ് us സ്റ്റാർട്ട്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ഈ 2 ടേംസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിദ്യാഭ്യാസമാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ വിദ്യ അഭ്യസിച്ച ആളുകളെ ആ അഭ്യസിച്ച വിദ്യയിലൂടെ അവരെ കൂടുതൽ തൊഴിൽ നൈപുണ്യം കൊടുക്കുന്ന സംവിധാനമാണ് ശരിക്കും ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് PPT ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഡ്യൂക്കേഷൻ, training and information are essential for fostering the activities of cooperative enterprises in society. നമ്മൾ കേരളത്തിലെ പല കോപ്പറേറ്റീവ് സെക്ടറിലുണ്ടായിട്ടുള്ള പല മാറ്റങ്ങളും ഒക്കെ നിങ്ങൾ ഒരുപക്ഷെ പത്രങ്ങളിലൂടെയൊക്കെ വായിക്കുന്നുണ്ടാവും. കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് സൊസൈറ്റിയിൽ കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും കോപ്പറേറ്റീവ് ട്രെയിനിങ്ങും ഒക്കെ വളരെ പ്രധാനമാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. So good education on the concepts, principles and practices of cooperation equips people in developing cooperative enterprises for the progress and welfare of the community. Lack of adequate education and training are the major factors that obstruct the growth of cooperative enterprises. നല്ല രീതിയിലുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും ലഭിക്കുകയാണെങ്കിൽ നമുക്ക് പല കമ്പനികളും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റിലേക്ക് വരുന്ന പോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിലെ പല എൻ്റർപ്രൈസസുകളെയും കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിനെയും ഇതേ പാത്വേയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടത് ബേസിക് ആയിട്ട് വേണ്ട ഗുഡ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാം കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസിൻ്റെ വികസനത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് തന്നെ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ പോരായ്മയും പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെയും പോരായ്മയാണ്. സോ ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിവിധ തലങ്ങളിലേക്കാണ് അത് പോകുന്നത്. മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ, യൂസേഴ്സിന് എഡ്യൂക്കേഷൻ, എൻറ്റയർ കമ്മ്യൂണിറ്റിക്ക് എഡ്യൂക്കേഷൻ, ഇവയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് സക്സസ് ആവുകയുള്ളൂ. സോ നമുക്ക് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ നോട്ടിലൂടെ കുറേ കൂടെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സോ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ. ലെറ്റ് us move on to the theoretical knowledge regarding the term cooperative education. Cooperative education is a formal and a structured way of disseminating knowledge on the subjects of cooperation and cooperative enterprises. ഈ കോപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 3rd സെമസ്റ്ററിലാണ് കോപ്പറേഷനെ കുറിച്ച് പഠിക്കുന്നത്. യു ആർ ലേണിംഗ് കോപ്പറേഷൻ ഇൻ ദ വെരി 3rd സെമസ്റ്റർ. ആ കോപ്പറേഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ആ കോപ്പറേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തുന്നു അല്ലേ. ഒരു സെമസ്റ്റർ നിങ്ങൾ പഠിച്ചപ്പോൾ എന്താണ് കോപ്പറേഷൻ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നു. ആ കോൺടാക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. കോപ്പറേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ആ അറിവ്, ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അറിവ് ആളുകളിൽ എത്തിക്കുക. അത് കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസിനെ കുറിച്ചാവാം. എന്താണ് കോപ്പറേഷൻ, അതിൻ്റെ ബേസിക് നേച്ചേഴ്സ് എന്താണ്, അതിൻ്റെ ഫീച്ചർ എന്താണ്, ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ നമുക്ക് സാധിക്കുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഗീവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി കോൺസെപ്റ്റ്സ്, തോട്ട്സ്, പ്രിൻസിപ്പിൾസ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് കോപ്പറേഷൻസ്. സോ നമ്മളിപ്പോൾ പഠിക്കുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. നിങ്ങൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കിട്ടിയ സ്റ്റുഡൻസ് ആണ്. ഡ്യൂറിങ് 3rd സെമസ്റ്റർ യു ഹാവ് ലേൺഡ് എ പേപ്പർ, എ സബ്ജക്ട് നെയിംഡ്
പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അവിടെ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ തോട്ട്സ് എന്താണ്, എന്താണ് ഇതിൻ്റെ മെറിറ്റ്, ഡിമെറിറ്റ് എന്താണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്താണ്, ഈവൻ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലെ, അതിൻ്റെ എവല്യൂഷൻ സ്റ്റേജ് വരെ നമ്മൾ അവിടെ കാണുകയുണ്ടായി. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കത് കിട്ടിയതാണ്. ആ തിയറട്ടിക്കൽ നോളജിനെ ഡിസെമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇംപ്രൂവ്ഡ് പെർസെപ്ഷൻ. എന്താന്നുള്ളത് നോക്കാം. Effective education on cooperation can improve the perception and learning of people. Improved knowledge on cooperation motivates people to follow the path of cooperation to address their social and economic needs. നമ്മൾ ആദ്യമേ കോർപ്പറേഷൻ്റെ തുടക്കത്തിലെ ക്ലാസ്സുകളിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയുകയുണ്ടായിരുന്നു, പോവർട്ടി ഇറാഡിക്കേഷൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് വരെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്ത പല രാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലപ്രദേശങ്ങളുമൊക്കെ ഉണ്ടായി നമ്മൾ പറയുകയുണ്ടായി. സോ ഞാൻ പറഞ്ഞു വന്ന കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറാൻ അവരെ സഹായിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്ട്രെങ്തനിങ് ഓഫ് ദി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്, അതൊരു തീമാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എയിംസ് ടു സ്ട്രെങ്തൻ ദി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആൻഡ് പ്രൊമോട്ട് ദി cooperative enterprises and by building the capacity of members and leaders. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോണ്ടക്സ്റ്റ് കൂടെ അവിടെ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഈ മേഖലയിലോട്ട് വരാനും ആ കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അവ ആരംഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിക്സ് ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ അവർക്ക് കൊടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് സ്ട്രെങ്തനിങ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. നമ്മളിനി കാണാൻ പോകുന്നത് കോപ്പറേറ്റീവ് ട്രെയിനിങ് കൊണ്ട് എന്താണ് ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ചില പെർസെപ്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ക്ലിയർ എഡ്യൂക്കേഷൻ കൊടുത്താൽ അതിൻ്റെ തിയറട്ടിക്കൽ നോളജ് ആളുകളുടെ എത്തിക്കാൻ സാധിക്കും. ഒരു ഇംപ്രൂവൈസ്ഡ് അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് പെർസെപ്ഷൻ, ഇതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ജനങ്ങളുടെ മനസ്സിലോട്ട് എത്തിക്കാൻ സാധിക്കും. അവർക്ക് അവരുടെ സോഷ്യലായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള നീഡ്സിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ കോപ്പറേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സാധിക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നിങ്ങൾ തേർഡ് സെമസ്റ്ററിൽ കണ്ട ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നത് മറ്റു രാജ്യങ്ങളിലെ ഡെവലപ്മെൻറ്റ്സിനെ കണ്ടും അറിഞ്ഞ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ ട്രെയിനിങ് കൊണ്ട് എന്താണ് ലഭിക്കുന്നത്? ഇവിടെ 3 തീം കൊടുത്തിരിക്കുന്നുണ്ട്: സ്കിൽ ഡെവലപ്മെൻറ്റ്, മോഡേണൈസിങ് ഓപ്പറേഷൻസ് ആൻഡ് ഇംപ്രൂവിങ് എഫിഷ്യൻസി. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ഇൻസ്ട്രക്ഷൻ പ്രോസസ് മെന്റ് ഫോർ ഇമ്പാർട്ടിംഗ് ദി സ്പെഷ്യലൈസ്ഡ് സ്കിൽ റിക്വയർഡ് ഫോർ എഫക്റ്റീവ്ലി പെർഫോമിംഗ് ദ ഫങ്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ്. ഒരു കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ, സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് ശരിക്കും സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നടത്തുന്നത്, അത് സാധ്യമാകുന്നത് തന്നെ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിലൂടെയാണ്. മോഡേണൈസിങ് ഓപ്പറേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് എയിംസ് ടു മോഡേണൈസ് ദി ഓപ്പറേഷൻസ് ഓഫ് ദി കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് ആൻഡ് ഇംപ്രൂവ് ദ ടെക്നിക്കൽ നോ ഹൗ ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പഴയ പല കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ മാനുവലായിട്ട് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സംവിധാനങ്ങളെ കുറിച്ച് ഞാൻ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കോപ്പറേറ്റീവ് സെക്ടറിലെല്ലാം തന്നെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ, ഫങ്ഷൻസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ATM പോലുള്ള സർവീസസുകളും RTGS പോലുള്ള സർവീസസുകളും ഒക്കെ ഓഫർ ചെയ്യുന്ന തരത്തിലോട്ട് കാലത്തിനൊത്തവർ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം. അതിനും വേണ്ടി നല്ലൊരു ട്രെയിനിങ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രെയിനിങ് ലക്ഷ്യങ്ങൾ, പ്രോഗ്രാമുകൾ അവർ സംഘടിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായ കാരണം. And finally, improving efficiency. Training is necessary to improve the efficiency of cooperative enterprises and help members, management and employees perform their responsibilities by adhering to cooperative principles. നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് കാണുകയുണ്ടായി. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, പഠിച്ചാൽ മാത്രം പോരാ. അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ
മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, മെമ്പേഴ്സ്, ഇവരെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗാഢമായ, ദൃഢമായ, ആഴത്തിലുള്ള ട്രെയിനിങ് അവർക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതും അവരുടെ എഫിഷ്യൻസി കൂടുകയും ചെയ്യുന്നതാണ്. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ട്രെയിനിങ്ങിനെ കുറിച്ചാണ്, ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സോ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യം നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയാനാണ് ശരിക്കും അതിൻ്റെ ട്രെയിനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നതിൻ്റെ ചില ലക്ഷ്യങ്ങളെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള ചില ലക്ഷ്യങ്ങളാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന നോട്ടിൽ കുറേ അധികം പോയിന്റ്സ് ഉണ്ട്. അപ്പം ഫസ്റ്റ് വൺ ഇസ് സ്ട്രെങ്തൻ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. ഏതൊരു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെയും ട്രെയിനിങ്ങിൻ്റെയും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് സ്ട്രെങ്തൻ ദി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആൻഡ് പ്രൊമോട്ട് ദി കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ്. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകൾ ഇല്ലാത്ത ഒരു സ്ഥലം പോലും നമുക്കിവിടെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. കാരണം ഏതൊരു ചെറിയ ലൊക്കാലിറ്റിയിലാണെങ്കിൽ പോലും ഒരു സൊസൈറ്റി എങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. കാരണം ആ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള എഡ്യൂക്കേഷൻ വളരെ പ്രോപ്പറായിട്ട് കേരളത്തിൽ നടന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. സോ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഒന്നെന്ന് പറയുന്നത് ടു സ്ട്രെങ്തൻ ദി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആൻഡ് പ്രൊമോട്ട് ദി കോപ്പറേറ്റീവ്സ്. നമ്പർ 1 കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോവുകയാണെങ്കിൽ ബിൽഡ് കപ്പാസിറ്റി ആണ്, അല്ലെങ്കിൽ കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. ദറ്റ് മീൻസ് കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ്. നിലവിൽ എഡ്യൂക്കേഷൻ കിട്ടി ഒരു ഗ്രാജുവേഷൻ എടുത്തിട്ട് വന്നിരിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ വന്നിരിക്കുന്ന ഒരു എംപ്ലോയി ആയിക്കോട്ടെ, ഒരു മെമ്പർ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കട്ടെ. അയാളുടെ കപ്പാസിറ്റി നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മെമ്പേഴ്സിൻ്റെ ആയിക്കോട്ടെ ലീഡേഴ്സിൻ്റെ ആയിക്കോട്ടെ, കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും പ്രോപ്പറായിട്ടുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഓൾസോ വി ഹാവ് ടു പ്രൊവൈഡ് പ്രോപ്പർ ട്രെയിനിങ് ടു ഓൾ ദോസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ. മറ്റൊന്ന്, ഇംപ്രൂവ് ദി ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദി കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ്. പത്രങ്ങളിലൂടെ പോയാൽ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുള്ള ചില ബാങ്കുകളുണ്ട്, കരവന്നൂരിനെ പോലെയുള്ള ചില കോപ്പറേറ്റീവ് സെക്ടറിലുള്ള സൊസൈറ്റികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവരുടെയൊക്കെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരാജയത്തിൻ്റെ കാരണം തന്നെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും മറ്റുമൊക്കെ ലഭിക്കാത്തത് കൊണ്ടാവാം, പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കാത്തത് കൊണ്ടാവാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവരുടെ പെർഫോമൻസ് പിറകോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ പെർഫോമൻസിനെ കൂട്ടാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഓവറോൾ എഫിഷ്യൻസി വർദ്ധിക്കുക എന്നുള്ള ലക്ഷ്യവും കൂടി ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായിട്ടൊക്കെ ഇവർക്ക് നല്ല ഒരു കോമ്പറ്റീഷൻ തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ന്യൂ ജനറേഷൻ ബാങ്കുകൾ വന്നിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ ബാങ്ക്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ബാങ്കിങ് സെക്ടർ, ഇവയെല്ലാം നമ്മുടെ മാർക്കറ്റിൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ഇവരുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ഓർഗനൈസേഷൻ ഫ്രെയിംവർക്കും കൂടിയാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. സോ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസിൻ്റെ അവരുടെ ആ നിലവിലുള്ള പവേഴ്സിനെ, ആ കോമ്പിറ്റൻസിയെ കൂട്ടുക, അതിനെ ഉയർത്തുക എന്നുള്ള, കുറേ കൂടെ ഷാർപ്പൻ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ബ്രെയിൻ, എന്നാൽ മാത്രമേ നമ്മൾ കൂടുതലും നോളജ് അക്വിസിഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. സോ അതൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാൻ സാധിക്കുന്നതാണ്. ടു എക്വിപ്പ് ദി എംപ്ലോയീസ് വിത്ത് അഡിക്വേറ്റ് നോളജ് ആൻഡ് സ്കിൽ ടു ഇഫക്റ്റീവ്ലി പെർഫോം ദ ഡ്യൂട്ടീസ്. വേറെയും ചില ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. To equip the employees with adequate knowledge and skill to effectively perform their duties. Overall efficiency കുറിച്ച് ഞാൻ പറഞ്ഞു. Then to facilitate efficient management of the cooperative enterprises. എൻ്റർപ്രൈസസിൻ്റെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റിനെ ഇത് സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നു. To reduce misuse and wastage of resource in cooperative enterprises. പല കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിലും പണത്തിൻ്റെ നഷ്ടമുണ്ടാകുന്നുണ്ട്.
പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് ഈ പ്രോപ്പർ എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ടു ബിൽഡ് ഇൻട്രസ്റ്റ് among the public about cooperation and motivate them to develop cooperative organizations in various fields. ആളുകളിലോട്ട് ഈ പറയുന്ന കോപ്പറേഷനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അത് അവരെ കൂടുതൽ കോപ്പറേറ്റീവ് സെക്ടറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ സഹായിക്കുന്നു. ആൻഡ് അഗെയിൻ ടു മോഡർണൈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം, ടു ഇംപ്രൂവ് ദി ടെക്നിക്കൽ നോ ഹൗ ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഓഫ് ദി കോപ്പറേറ്റീവ്സ്. ആൻഡ് ഫൈനലി ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് സർവീസ് ഓഫർഡ് ബൈ കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ്. അപ്പം നമ്മൾ നോക്കുക, ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം ഫെസിലിറ്റീസ് ഫീച്ചേഴ്സാണ് നമുക്ക് ഇപ്പോൾ അവൈൽ ചെയ്യാൻ സാധിക്കുന്നത്. ATM കാർഡ് പോലും കൊണ്ടുപോകാതെ എ ടി എമ്മിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന സ്കീംസ് SBI യോനോ ഓഫർ ചെയ്യുന്നുണ്ട്. നിരവധി ബാങ്കുകളുടെ ഓൺലൈനായിട്ടുള്ള അവരുടെ ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റംസ് ഒക്കെ വളരെ ഇഫക്റ്റീവാണ്, വളരെ ഇംപ്രൂവ്ഡ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസസുകൾ കൂടി പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് ശ്രമിക്കണം. അതിനും ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ടാണ് ഇവിടെ ചൂണ്ടി കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സോ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് ഇത്രമാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ സ്കോപ്പ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. സ്കോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ വ്യാപ്തി, എവിടം വരെയാണ് ശരിക്കും ഈ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്, എവിടം വരെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് അത് ലഭിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് കവേഴ്സ് ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻ ദ ഫീൽഡ് ഓഫ് കോഓപ്പറേഷൻ ആൻഡ് ഓൾസോ ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ എൻറിച്ചിങ് ദി നോളജ് ആൻഡ് സ്കിൽ ഓഫ് ദി മെമ്പേഴ്സ്. ആരുടെയൊക്കെ നോളജിനെയാണെന്ന് നോക്കണം. മെമ്പേഴ്സിൻ്റെ, ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ, എംപ്ലോയീസിൻ്റെ, ജനറൽ പബ്ലിക്. അപ്പം ശരിക്കും ട്രെയിനിങ് നാം കൊടുക്കുകയാണെങ്കിൽ ട്രെയിനിങ് കിട്ടേണ്ട ആളുകളെന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ മെമ്പേഴ്സ്, മറ്റൊന്ന് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, മറ്റൊന്ന് എംപ്ലോയീസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ജനറൽ പബ്ലിക്. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്കോപ്പിൻ്റെ കാറ്റഗറിയിൽ പറയുന്നത്. നമുക്ക് ആ സ്കോപ്പിലോട്ടൊന്ന് പെട്ടെന്ന് എത്തിച്ചേരാം. എഡ്യൂക്കേറ്റിംഗ് members and providing training to the members. Members are the backbone of cooperative enterprises. The agreement among the members and their commitment towards the cooperative principle determine the success of the cooperative enterprises. അപ്പം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഏറ്റവും ബാക്ക്ബോൺ എന്ന് പറയുന്നത് തന്നെ മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സക്സസിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മെമ്പേഴ്സും അതോടൊപ്പം തന്നെ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ആണ്, ആ ബന്ധമാണ്. ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കറക്റ്റായിട്ട് ബോണ്ട് ചെയ്യപ്പെടുകയും മെമ്പേഴ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താലാണ് സൊസൈറ്റി സക്സസ് ആവത്തുള്ളൂ. സോ അവരതിനെ നന്നായിട്ട് പ്രാപ്തരാക്കണം. So the members take the initiative in the setting up of a cooperative enterprises and they elect the management committee and play a decisive role in the functioning of the cooperative enterprises. അപ്പം മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദേ ആർ ദ ബാക്ക് ബോൺ. ഒരു സക്സസിനെ നിർണ്ണയിക്കുമ്പം ഇവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So proper education and training on the cooperative legislations and principles are necessary to improve the knowledge and expertise of the members to effectively perform their duties in a cooperative enterprises. കാലാകാലങ്ങളായ നിയമത്തിൻ്റെ വ്യത്യാസങ്ങൾ, നിയമത്തിലുള്ള ചില അപ്ഡേഷൻസുകളൊക്കെ ഈ പറയുന്ന കോപ്പറേറ്റീവ് മേഖലകളിൽ വരാറുണ്ട്. പ്രിൻസിപ്പിൾസിലും അപ്ഡേഷൻസ് ഒക്കെ വരാറുണ്ട്. അവയെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക, അവരെ നല്ല ട്രെയിനിങ് കൊടുക്കുക. ഇതിലൂടെ മെമ്പേഴ്സിന് അവരുടെ ഡ്യൂട്ടി വളരെ പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയും അത് മുഖാന്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വളർച്ച ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സോ ദീസ് ആർ ദ സ്കോപ്പ് one of the scope of cooperative education. It gave proper education and training to the members. Then education and training of the elected representatives. ഇപ്പോൾ മെമ്പേഴ്സ് വന്നു, ആ മെമ്പേഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ മെമ്പേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിലോട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെനാരിയോയിലോട്ട് പോകുന്ന ആളുകൾ, അവരെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യണം, അവരുടെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്. The members constitute the management committee of the cooperative enterprises by electing representatives from themselves through democratic election process. The responsibilities of policy formulation, decision making and the management of the enterprises are vested with elected representatives and the management committee. ഈ സെമ്മിൽ ഓൾറെഡി തന്നെ നിങ്ങൾ എന്താണ് മാനേജ്മെന്റ് കമ്മിറ്റി, ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്താണെന്നൊക്കെ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ പറയുന്ന ഏറ്റവും തീം എന്ന് പറയുന്നത് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ഷുഡ് ബി കോമ്പീറ്റന്റ് ടു ഡീൽ വിത്ത് ദി കോംപ്ലക്സിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്താണെന്ന് നിങ്ങൾ കുറച്ച് പഠിച്ചു.
ഈ കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ കോംപ്ലക്സിറ്റിയെ നന്നായിട്ട് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട് ചെയ്യപ്പെടുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കുറേയും കൂടെ നല്ല ട്രെയിനിങ് ലഭിച്ചിരിക്കണം. സോ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഓൺ ദി ബൈലോ ഓഫ് ദി കൺസേൺഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, cooperative laws and management concept is necessary for ensuring efficient management of cooperative societies. അപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നന്നായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട് ചെയ്യപ്പെടുന്ന റെപ്രസെൻറ്റേറ്റീവ്സിന് ഈ സൊസൈറ്റിയുടെ ബൈലോയെക്കുറിച്ച്, അവരുടെ മാനേജ്മെന്റ് കോൺസെപ്റ്റിനെ കുറിച്ച് ഒക്കെ ഗാഢമായ അറിവ് ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് സാധ്യമാവുള്ളൂ. സോ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? We have to provide adequate training programs to improve the managerial and decision making skill of the elected representatives. അപ്പം നമ്മളെ നയിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളിലേക്ക് അവർക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് സെറ്റ് ചെയ്ത് കൊടുക്കണം, അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ അവർക്ക് ആ ഓർഗനൈസേഷനെ നന്നായിട്ട് നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ആദ്യം പറഞ്ഞത് മെമ്പേഴ്സിൻ്റെ എഡ്യൂക്കേഷനാണ്. രണ്ടാമത് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ചും ട്രെയിനിങ്ങിനെ കുറിച്ചും പറഞ്ഞു. ആൻഡ് ദ തേർഡ് വൺ ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ദി എംപ്ലോയീസ്. എംപ്ലോയീസിന് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്? സോ education and training strengthen the capacity of the employees in performing their duties in cooperative enterprises. They enrich the knowledge and skill of employees in the respective field of work. Communication abilities, social skills, expertise in handling resources, clerical aptitude, and proficiency in accounting and maintenance of records can be improved through suitable education and training programs. അപ്പം എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന സ്കില്ലുകളെല്ലാം അവരിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് ദം പ്രോപ്പർ ട്രെയിനിങ് ഫെസിലിറ്റീസ്. സോ എംപ്ലോയി എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൺസിഡറബിളി റെഡ്യൂസ് ദി മിസ്യൂസ് ആൻഡ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സ് ഇൻ കോപ്പറേറ്റീവ് enterprises. So this will finally improve the productivity and efficiency of the organizations, and which in turn helps in rendering better quality service to members and the users. ഇപ്പോൾ എംപ്ലോയീസ് ട്രെയിൻഡ് ആവുകയാണെങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിൻ്റെ റിസോഴ്സസിനെ അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും. വേസ്റ്റേജസ് കുറയ്ക്കാൻ പറ്റും, മിസ്യൂസസ് കുറയ്ക്കാൻ പറ്റും, മാക്സിമം യൂട്ടിലൈസേഷൻ നടത്താൻ സാധിക്കും. ഇങ്ങനെ മാക്സിമം യൂട്ടിലൈസേഷൻ ഒക്കെ നടത്താൻ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രൊവൈഡ് ഗുഡ് ട്രെയിനിങ് ഫെസിലിറ്റീസ് ടു ദീസ് എംപ്ലോയീസ്. അങ്ങനെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് എവർ മേ ബി ദി ഔട്ട്കം, എംപ്ലോയീസ് എന്ന് പറയുന്നവർ കുറേ കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും, സൊസൈറ്റിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും, എൻറ്റയർലി സൊസൈറ്റി ഒരു സക്സസിൻ്റെ പാത്തിലോട്ട് മാറുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫൈനൽ വൺ ഈസ് വി ഹാവ് ടു പ്രൊവൈഡ് എ പ്രോപ്പർ എഡ്യൂക്കേഷൻ ടു ദി ജനറൽ പബ്ലിക്. Education of the general public is also comes under the purview of cooperative education and training. A success of the cooperative enterprises depends on the encouragement and support of the public. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കിൻ്റെ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. If it cannot succeed if the public are ignorant about the merits and significance of cooperation in the development of the society. അപ്പം പബ്ലിക് ഇതിനെക്കുറിച്ച് ഒരു പക്ഷെ നല്ല അറിവുണ്ടായിരിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിക്കിൻ്റെ എന്താണ് കോപ്പറേറ്റീവ് സെക്ടറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന ബെനിഫിറ്റ് എന്താണെന്നതിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ, ആ എഡ്യൂക്കേഷൻ അവരിലോട്ട് പകർന്നു നൽകണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? We should arrange cooperative awareness and education program to strengthen the cooperative movement and enhance the growth of the cooperative society or enterprises in a society. അപ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവെത്തണം, ആളുകൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കോപ്പറേറ്റീവ് അവയർനെസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുകയും ആളുകളിലിട്ട് ഇതിൻ്റെ അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ഓഫ് ദി ജനറൽ പബ്ലിക് എന്നുള്ള ആംഗിളിൽ സംസാരിക്കുന്നത്. സോ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ വിവിധ രീതികളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഈ രീതിക്ക് ശേഷം നാം നെക്സ്റ്റ് പോകുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിലോട്ടാണ് പോകുന്നത്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് സ്കോപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മെമ്പേഴ്സ്, ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് എംപ്ലോയീസ്, നീഡ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നീഡിനെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് ആ നോട്ട്സിലോട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പോവാം. എന്താണ് ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്?
അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറ്റ് എയിംസ് അറ്റ് ദി ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഇത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ സർവ്വവ്യാപിയായ ഒരു വികസനത്തിന് ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. Educations and the training programs enrich the knowledge and enhance the skill of the members as well as the employees to effectively perform their duties. ഓൾറെഡി നമ്മൾ പറഞ്ഞു, മെമ്പേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, എംപ്ലോയീസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ജനറൽ പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇതെല്ലാം എഡ്യൂക്കേഷൻ ലഭിക്കുകയാണെങ്കിൽ, അല്ലെ, മെമ്പേഴ്സിന് കിട്ടുകയും എംപ്ലോയീസിന് കിട്ടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ അവരുടെ ഡ്യൂട്ടിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. സോ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ക്രിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് എൻവയോൺമെൻറ്റ്. അപ്പം നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വാം ആൻഡ് കാം ആൻഡ് ഹെൽത്തി ഒരു എൻവയോൺമെൻറ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം പീപ്പിൾസിന്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ പറയുന്ന അവരുടെ ജീവിത ചക്രത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസിൻ്റെ ഭാഗമാവാം. അതോടൊപ്പം തന്നെ അവർക്ക് ബെറ്റർ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നത് കൊണ്ട് കോപ്പറേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അതിനിടയ്ക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു അവസരം അവർക്ക് തുടർന്ന് കിട്ടും. സോ ബെറ്റർ ട്രെയിനിങ് കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു കോപ്പറേറ്റീവ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. മേക്കിംഗ് ഡെഡിക്കേറ്റഡ് കോ ഓപ്പറേറ്റേഴ്സ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നൽകുന്നത്. മേക്കിംഗ് ഓഫ് ഡെഡിക്കേറ്റഡ് കോ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയീസിനും ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിനും ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഏറ്റവും നല്ല ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായി, നല്ല കോഓപ്പറേറ്റേഴ്സായിട്ട് മാറുകയാണ്. അതായത് ക്രിയേറ്റ് കോഓപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോഓപ്പറേറ്റീവ്സ് എന്നൊരു തീം അവിടെ കണ്ടു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഒരു വ്യക്തിയെ, ഒരു കോഓപ്പറേറ്റീവ് മേഖല വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പുതിയ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അവിടെ ഉടലെടുക്കാനുള്ള സാഹചര്യം വളരെ വലുതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സോ മേക്കിംഗ് ഓഫ് ഡെഡിക്കേറ്റഡ് കോഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡിസെമിനേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഫിലോസഫി. നമ്മൾ ഓൾറെഡി കണ്ടൊരു തീമാണ് ഡിസെമിനേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഫിലോസഫി. ഫിലോസഫി എന്ന് ഉദ്ദേശിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് കോപ്പറേഷൻ, അതിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, അതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ച് എല്ലാം ഈ പറയുന്ന ആളുകൾക്കിടയിലായിട്ട് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് സൊസൈറ്റിക്കിടയിൽ, ആളുകൾക്കിടയിൽ നല്ലൊരു ധാരണ അവിടെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്, കോപ്പറേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽസ്. അതായത് അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ സ്കിൽസും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ബെനിഫിറ്റ് ഫൈനലി സൊസൈറ്റിക്ക് തന്നെ വരുന്നതായിരിക്കും. ദെൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോപ്പറേറ്റീവ് ലോസ്. നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റീവ്സിനകത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ലെജിസ്ലേഷൻസുകളൊക്കെ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ട്രെയിനിങ് സഹായിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ട്രെയിനിങ് ലഭിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ സിംപ്ലി അഡ്മിനിസ്റ്റർ ദി കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്. എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ്. നിയമങ്ങളെക്കുറിച്ചും ചെയ്യേണ്ട രീതികളെക്കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ബെറ്റർ കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതായത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള നിരന്തരമായ ട്രെയിനിങ്ങിലൂടെയും നിരന്തരമായ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെയാണ് സ്ട്രെങ്തൻ ചെയ്തു വന്നിരിക്കുന്നത്. കോപ്പറേറ്റീവ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്ട്സുകൾ, അത് മെമ്പേഴ്സിനിടയ്ക്ക് ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് കമ്മിറ്റിയും മെമ്പേഴ്സും തമ്മിലുണ്ടായിക്കോട്ടെ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ എല്ലാം വളരെ ഊഷ്മളകരമായി സുഖകരമായിട്ട് മാനേജ് ചെയ്ത് ഇല്ലായ്മ ചെയ്യാനായിട്ടും അതിനോട് ഒപ്പം തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് അവർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ കോപ്പറേഷൻ സഹായിക്കും. ഇതെല്ലാം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജിൻ്റെ കാറ്റഗറിയിലാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദെൻ സ്ട്രെങ്തനിങ് കോഓപ്പറേറ്റീവ് ഡെമോക്രസി. കോപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വൺ മാൻ വൺ വോട്ട് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളിനെ അങ്ങേയറ്റം ഭംഗിയായിട്ട് നിലനിർത്താനായിട്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ട് സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഡിസൈനിങ്ങിലെല്ലാം തന്നെ ഈ ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ ഡിസൈനിങ് തന്നെ നടക്കുന്നത്. സോ ഫൈനലി ഇതുകൊണ്ട് ശരിക്കും കോപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നതായിരിക്കും. നല്ല രീതിയിലുള്ള ട്രെയിനിങ് ലഭിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസിന് അവരുടെ റിസോഴ്സസിനെ വളരെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇഫക്റ്റീവ് ആൻഡ് ഫെയർ യൂട്ടിലൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് റിസോഴ്സസ് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ആൻഡ് നന്നായിട്ട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ എഫിഷ്യൻസി എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ചൂട് പിടിച്ച് പറയുന്ന മറ്റൊരു പോയിന്റാണ് ഇത് ബെറ്റർ സർവീസസ് ടു മെമ്പേഴ്സും യൂസേഴ്സിനും നല്ല സർവീസസും നല്ല മറ്റും കൊടുക്കാനായിട്ട് അവർക്ക് സഹായിക്കും എന്നുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ആൻഡ് ഓൾസോ ഇംപ്രൂവ്സ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ട്രെയിനിങ് ലഭിച്ച് അവരെല്ലാം കോമ്പീറ്റൻ്റ് ആവുകയാണെങ്കിൽ ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു കോൺടെസ്റ്റിലോട്ട് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എത്തുമെന്ന ഒരു പ്രതീക്ഷയും കൂടിയാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണ്ടു, അതിൻ്റെ ഇമ്പോർട്ടൻസുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പ്രോസസ്സ്, അതിൻ്റെ രീതി എങ്ങനെയാണെന്നുകൂടെ നമുക്ക്